ആലമുൽ ബർസഖ് എന്നറിയപ്പെടുന്ന മരണാനന്തര ഘട്ടങ്ങളും കഴിഞ്ഞാൽ സർവശക്തനായ അള്ളാഹു ഉദ്ദേശിച്ച ഒരു ദിവസം മരിച്ചുപോയ മുഴുവൻ മനുഷ്യരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഈ ആകാശഭൂമികൾ ഇതല്ലാത്ത മറ്റൊന്നാക്കി മാറ്റപ്പെടുകയും കയറ്റമോ ഇറക്കമോ ഇല്ലാത്ത പ്രവിശാലമായ ഒരു മഹ്ശറിൽ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി ഹിഫാതൻ ഉറാതൻ ഗുർല, ചെരുപ്പിടാതെ ചേലാകർമ്മം ചെയ്യപ്പെടാതെ വിവസ്ത്രരായി മുഴുവൻ ജനങ്ങളും അന്തിമനാളിൽ ആ വിശാലമായ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകരോട് ചോദിച്ചു, അപ്പോൾ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയില്ലേ? യൻദുറു ബഅ്ദുഹും ബഅ്ള. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, അതിനേക്കാൾ ഗൗരവമാണ് അന്നത്തെ സംഗതി. കാരണം മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭം സ്വർഗമോ നരകമോ വിധിക്കപ്പെടുകയാണ്. തൻ്റെ ഭാവിയെക്കുറിച്ചോർത്ത് പ്രത്യേകമായ ഒരു അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ വിചാരണ കാത്ത് യുഗങ്ങളോളം കാത്തിരിക്കുന്നു. യുഗങ്ങളോളം എന്ന് പറഞ്ഞെങ്കിലും അവിടെ ഒരു സമയം നിശ്ചയിക്കുന്നതിൽ പ്രസക്തിയില്ല. ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരലോകത്തെ സമയം അളക്കുക സാധ്യമല്ല. കാന മിഖ്ദാറുഹു 50,000 സന. അവിടുത്തെ ഒരു ദിവസം പോലും അതിൻ്റെ കണക്ക് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിച്ചത് നേരത്തെ മനസ്സിലാക്കി. ആലമുൽ ബർസഖിൽ അതേപോലെ തന്നെയാണ് മഹ്ശറിലും ഉണ്ടാവുക. മഹ്ശറിൽ കോടിക്കണക്കായ മനുഷ്യർ അവരുടെ പ്രവാചകന്മാരുടെ പിറകിലായി വിചാരണ കാത്തിരിക്കും. അവിടെ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. പിന്നീട് ഓരോരുത്തർക്കും വസ്ത്രം നൽകപ്പെടും. തുടർന്ന് വിചാരണയാണ്. നോക്കണം നിങ്ങൾ, ആദ്യമായി മഹ്ശറിൽ എത്തിച്ചേരുക മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് മുഹമ്മദ് നബിയുടെ അനുചരന്മാർ, നാം ഉൾപ്പെടെയുള്ള ആളുകളാണ് ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അത് കഴിഞ്ഞാൽ ഓരോ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുയായികളും എന്ന നിലവാരത്തിൽ മഹ്ശർ നിറഞ്ഞു നിൽക്കും. അതേസമയത്ത് മഹ്ശറിന്റെ വലിയ ഒരു ഭാഗം നിറയുമാറ് അവിടെ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം നരകാഗ്നിയെ കൊണ്ടുവരും. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റ. നിന്റെ രക്ഷിതാവും മലക്കുകളും അണിയണിയായി വന്നു കഴിഞ്ഞു. നരകം അത് കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ നരകാഗ്നി കൊണ്ടുവരപ്പെടുകയും റബ്ബും മലക്കുകളും ഹാജരാവുകയും അങ്ങനെ വിചാരണയുടെ ഗംഭീരമായ ആ സദസ്സിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന രംഗം ഹൃദയമുള്ളവരുടെ ഹൃദയങ്ങൾ പാറിപ്പോകാൻ തക്കവണ്ണം വിശുദ്ധ ഖുർആൻ വിവരിച്ചിട്ടുണ്ട്. ലഖദ് ജാഅഹും മിനൽ അംബാഇ മാ ഫീഹി മുസ്ദജർ. തിന്മകളിൽ നിന്ന് വിരളെടുത്തോടാൻ മാത്രമുള്ള വർത്തമാനം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ അവസരം നൽകിയ തമ്പുരാൻ ഈ ലോകത്തെ ജീവിതത്തെ കൃത്യമായി വിചാരണ ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആ നീതി വ്യവസ്ഥയുടെ ഏറ്റവും നിർണായകമായ ഒരു മുഹൂർത്തത്തിന് കളമൊരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് റബ്ബിന്റെ വിചാരണ ആരംഭിക്കണം. റബ്ബ് സന്നിഹിതനായത് ലക്ഷണം കൊണ്ടറിഞ്ഞു. അന്നേരമാർക്കും റബ്ബിനെ നോക്കിക്കാണാൻ സാധ്യമല്ല. എന്നിരുന്നാൽ പോലും റബ്ബിന്റെ സകല ഹാവഭാവങ്ങളും വ്യക്തമായി ഉൾക്കൊണ്ട് നെടുനിശ്വാസം പൊഴിക്കാൻ പോലും ധൈര്യമില്ലാതെ, സംസാരിക്കാൻ കഴിയാതെ ഈ ലോകത്ത് വലിയ വലിയ ചക്രവർത്തിമാരും ശാസ്ത്രജ്ഞന്മാരും ബുദ്ധിജീവികളും അടക്കം ഓച്ചാനിച്ചിങ്ങനെ റബ്ബെപ്പോൾ വിചാരണക്കെടുക്കുമെന്ന് കരുതി കാത്തിരിക്കും. വിചാരണ ആരംഭിക്കണമെന്ന് പറയാൻ പോലും ആർക്കും ധൈര്യമില്ല. ലാ യതകല്ലമൂൻ ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സബാബ. റബ്ബിന്റെ അനുവാദം കിട്ടണം. പരമകാരുണികൻ അനുവാദം നൽകുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യം പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകൾക്കല്ലാതെ അന്ന് സംസാരിക്കാൻ കഴിയില്ല. ആർക്കാണ് റബ്ബ് അനുവാദം കൊടുക്കുക? മനുഷ്യരായ മനുഷ്യരും വിചാരണ കാത്ത് ഓരോരുത്തരും പ്രവാചകന്മാരെ സമീപിക്കും. ആദം അലൈഹി ഇസ്ലാമിനോട് ഒന്ന് പറയും, റബ്ബിനോടൊന്ന് വിചാരണക്കെടുക്കാൻ പറയുമോ? വളരെ പേടിച്ചും ശബ്ദം പുറത്തു വരാതെയും അങ്ങേയറ്റത്തെ ഗംഭീരമായ ഒരു സാഹചര്യമാണ് വിചാരണയുടെ ആ കോടതി എന്ന് കാണാം. ആദം അലൈഹി ഇസ്ലാമിന് തന്റെ ഇടമില്ല. ആദം നബി ഒരിക്കലും കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചെറിയൊരു പിഴവ് സംഭവിച്ചു, അതാകട്ടെ അള്ളാഹു മാപ്പ് കൊടുത്തു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും ആദം നബിക്ക് ഭയം. കണ്ടോ, ഞാൻ അന്ന് ആ മരത്തെ തുടരുത് എന്ന് പറഞ്ഞത് തൊട്ടു അതേക്കുറിച്ച് റബ്ബ് ഇവിടെ വിലയിരുത്തുമല്ലോ, എനിക്ക് റബ്ബിനോട് സംസാരിക്കാൻ കഴിയില്ല. നൂഹ് അലൈഹിസ്സലാം
മറ്റൊരു കാരണം പറഞ്ഞ് അദ്ദേഹം ഒഴിവാകും. ഇബ്രാഹിം അലൈഹിസ്സലാം ഇല്ല. അവസാനമായി മൂസാ റസൂലുള്ളാഹി അലൈഹിസ്സലാം അദ്ദേഹത്തിനും ഈസാ അലൈഹിസ്സലാമിനും അള്ളാഹുവോട് ആ സമയത്ത് സംസാരിക്കാൻ, ഒന്ന് വിചാരണക്കെടുക്കണമെന്ന് പറയാൻ സാധിക്കുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ പദവിയാണത്. അവസാനം മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹിസ്സലാമിനോട് വിചാരണക്കെടുക്കണമെന്ന് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതോടുകൂടി ഫഖറ സാജിദ, അദ്ദേഹം സുജൂദിൽ വീഴുകയാണ്. അള്ളാഹുവിനോട് നേരിട്ട് ഞങ്ങളെ വിചാരണക്കെടുക്കണേ എന്ന് പറയുകയല്ല. ആദ്യം റബ്ബിന്റെ സമ്മതം കിട്ടണം, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. എത്ര കാലം അറിഞ്ഞുകൂടാ, യുഗങ്ങളോളം സുജൂദിൽ തന്നെയാണ്. അവസാനം അള്ളാഹു അതാ വിളിക്കും, യാ മുഹമ്മദ്, മുഹമ്മദേ എന്ന് വിളിച്ച് ഖും വർഫ റഅസക് സൽ തുഅത വശ്ഫ തുശഫ, മുഹമ്മദേ എണീറ്റ് ചോദിക്കുക, നീ ചോദിച്ചോളൂ ഉത്തരം തരാം, നീ ശുപാർശ ചെയ്തോളൂ, നിന്റെ ശുപാർശ സ്വീകരിക്കാം. അത് പറയുമ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തി ഉമ്മത്തി, എന്റെ ഉമ്മത്തി ദാ വിചാരണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെയാണ് സർവശക്തനായ അള്ളാഹു വിചാരണ ആരംഭിക്കുന്നത്. അതിനു മുമ്പായി വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, പാപികളെ മാറി നിൽക്കുവിൻ എന്ന് പറയും. മഹ്ശറിൽ പ്രവാചകന്മാരുടെ ഒരു ഭാഗത്ത് സത്യവിശ്വാസികൾ, വേറെ ഒരു ഭാഗത്ത് സത്യനിഷേധികളെ മാറ്റി നിർത്തും. അങ്ങനെ ഓരോ പ്രവാചകന്മാരും സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ തണലിൽ ശീതളഛായയിൽ സന്തോഷത്തോടുകൂടി മുഖപ്രസന്നതയോടുകൂടി സംതൃപ്തരായി വിചാരണ കാത്തിരിക്കും. എന്നാൽ നിഷേധികളും മുനാഫിക്കുകളുമോ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചുവല്ലോ, മരണവേളയിൽ രണ്ടനുഭവങ്ങൾ, ആലമിൽ ബർസഖിലും രണ്ടനുഭവങ്ങൾ, മഹ്ശറിലും അങ്ങനെ തന്നെ. നന്ദി കാണിക്കുന്ന സത്യവിശ്വാസികൾക്ക് റബ്ബിന്റെ തണലല്ലാതെ മറ്റൊരു തണലും കിട്ടാത്ത ആ ദിവസം റബ്ബിന്റെ തണലിൽ ആ ശീതളഛായ ആസ്വദിച്ചുകൊണ്ട് വിചാരണ കാത്തിരിക്കാനുള്ള മഹാഭാഗ്യം ലഭിക്കും. അവരെ കുറിച്ചാണ് വുജൂഹു യൗമഇദിൻ നാഇമ ലിസൈഹാ റാദിയ, അവരുടെ മുഖങ്ങൾ പ്രസന്നമാണ്, അവർ പ്രവർത്തിച്ചതിന് തൊട്ട് സംതൃപ്തരാണ്. അതുകൊണ്ട് ശരിയായ ജീവിതം നയിച്ചതിന്റെ പേരിൽ സന്തോഷത്തോടുകൂടി റബ്ബിന്റെ വിചാരണ കാത്തിരിക്കുന്ന ഒരു കൂട്ടർ. വേറെ ഒരു വിഭാഗമുണ്ട്, വുജൂഹു യൗമഇദിൻ ഖാശിയ, അവരുടെ മുഖം അന്ന് ഭയവിഹ്വലമായിരിക്കും. ഇനി നരകത്തിലാണ് അവർ കരിയാനുള്ളത്. അങ്ങനെയുള്ള ആളുകൾ ഉടുതുണിയില്ലാതെ അങ്ങേയറ്റം വെപ്രാളത്തോടുകൂടി തലക്ക് തൊട്ടുമീതെ കത്തിജ്വലിക്കുന്ന സൂര്യനുമായി അതിൽ അവർ വിയർപ്പിൽ പൊട്ടിയൊഴുകി നെരിയാണിവരെ, മുട്ടുവരെ, അരവരെ, കഴുത്തുവരെ പാപത്തിന്റെ ആഴമനുസരിച്ച് വിയർപ്പിൽ സൂര്യൻ അങ്ങേയറ്റം അവരെ ജ്വലിപ്പിച്ചുകൊണ്ട് അതിൽ പുളഞ്ഞ് വിചാരണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിഷേധികളെ കുറിച്ച് പരിചയപ്പെടുത്തി. ഇതിന് പുറമെയാണ് അവരുടെ മുന്നിലേക്ക് വജീഅ യൗമഇദിൻ ബിജഹന്നം, നരകാഗ്നിയതാ കൊണ്ടുവരപ്പെടുന്നു. വിചാരണയുടെ മുമ്പ് നരകം കൊണ്ടുവന്നു. എന്നിട്ടോ യതദക്കറുൽ ഇൻസാൻ യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, അന്നേരമാണ് മനുഷ്യന് കർമ്മങ്ങൾ ഓർമ്മ വരിക. കർമ്മങ്ങളില്ലാത്തവർക്ക്, ശരിയായ വിശ്വാസമില്ലാത്തവർക്ക്, അധർമ്മികൾക്ക് പതിക്കേണ്ട നരകമുണ്ടല്ലോ, അത് അതിന്റെ ഹാവഭാവങ്ങളോടുകൂടി അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നരകം കൊണ്ടുവരപ്പെടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. സ്വഹീഹ് മുസ്ലിമിൽ കാണാം, യുഅ്താ ബിജഹന്നമ യൗമഇദിൻ, അന്നേ ദിവസം നരകാഗ്നി കൊണ്ടുവരപ്പെടും. ലഹാ 70,000 സിമാമിൻ, അതിന് 70,000 കടിഞ്ഞാണുകൾ ഉണ്ടായിരിക്കും. മഅകുല്ലി സിമാമിൻ 70,000 മലക്കിൻ യജുറൂനഹ, ഓരോ കടിഞ്ഞാണിനൊപ്പവും 70,000 മലക്കുകൾ ഉണ്ടായിരിക്കും. ഒരു മലക്ക് ആകാശഭൂമി നിറയാൻ മാത്രം വലുപ്പവും അങ്ങേയറ്റം ശക്തിയുമുള്ള കരുത്തരായ മലക്കുകൾ. അങ്ങനെയുള്ള 70,000 മലക്കുകൾ ഒരു കടിഞ്ഞാണിൽ, അങ്ങനെയുള്ള 70,000 കടിഞ്ഞാണുകൾ, ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകൾ. അത്ര മലക്കുകൾക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരാൻ മാത്രം ആഴമേറിയ ആ നരകത്തിന്റെ കുഴി മഹ്ശറിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് വിചാരണ ആരംഭിക്കുക. വിചാരണയെക്കുറിച്ച് ഞാൻ ദീർഘമായി പറയുന്നില്ല. അവിടെയും 2 അനുഭവങ്ങളാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹൃദ്യമായ അനുഭവങ്ങളാണ് അവിടെയും ഉണ്ടാവുക. അവിടെ ഒരിക്കലും സർവശക്തനായ അള്ളാഹു അവരെ അപമാനിക്കുന്നില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുകയാണ്, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, മൻ ഹൂസിബ ഉസിബ, വിചാരണ ചെയ്യപ്പെടുന്നത് ആരാണോ അവൻ ശിക്ഷിക്കപ്പെട്ടത് തന്നെ. അതായത് ഒരാൾ എന്തുകൊണ്ട് ഇന്നത് പ്രവർത്തിച്ചു, എന്തുകൊണ്ട് ഇന്നത് പ്രവർത്തിച്ചില്ല എന്ന് അള്ളാഹു ചോദിച്ചു എന്ന് കരുതുക, അയാൾക്ക് നരകത്തിലെ ശിക്ഷ ഉറപ്പാണ്. അത് കേട്ടപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഫഖുൽതു അബലൈസ യഖൂലുല്ലാഹു തആല ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അള്ളാഹു എളുപ്പമുള്ള വിചാരണ നൽകും എന്ന് വിശുദ്ധ ഖുർആനിൽ ഉണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് വിചാരണ നടത്തിയാൽ ശിക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത്? എളുപ്പമുള്ള വിചാരണ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ദാലിക്കൽ അർള്, അതൊരു പ്രദർശനം മാത്രമാണ്. എന്നാൽ വലാകിൻ മൻ നൂഖിശൽ ഹിസാബ യഹ്ലിക്,
ആരെങ്കിലും അള്ളാഹു വിചാരണയിൽ അങ്ങേയറ്റം കൂലങ്കഷമായി പരിശോധിക്കുകയാണെങ്കിൽ അവൻ നശിച്ചത് തന്നെ. ഇതിൽ സത്യവിശ്വാസിയുടെ വിചാരണ എങ്ങനെയെന്ന കൃത്യമായ ചിത്രമുണ്ട്. എളുപ്പമുള്ള വിചാരണ എന്ന് പറഞ്ഞാൽ അവന്റെ നന്മ മുഴുവൻ അവിടെ ഹാജരാക്കും, അത് എല്ലാവർക്കും കാണുക അവിടെ പ്രദർശിപ്പിക്കും. വ്യക്തമായി ഒരാളുടെ നന്മ അയാളുടെ സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരും മഹ്ശറിൽ ഒരുമിച്ച് കൂടിയവരും എല്ലാവരും കാണും. അവനും അഭിമാനം, മറ്റുള്ളവർക്ക് സന്തോഷം. അങ്ങനെ അതാ അവന്റെ നന്മകൾ മുഴുവൻ കാണിച്ചു കൊടുക്കും. എന്നാൽ മനുഷ്യരാണല്ലോ, തിന്മകൾ ചെയ്തിട്ടുണ്ടാകും. അള്ളാഹു മാപ്പ് നൽകിയതിനാൽ അവൻ സ്വർഗാവകാശിയായി എന്ന് മാത്രം. ആ തിന്മകൾ വിചാരണ ചെയ്യേണ്ട ഘട്ടം വരുമ്പോൾ അള്ളാഹു വലിയ ഒരു മറയിടും. അവന്റെ ആ തിന്മകൾ ആരും കാണുന്നില്ല, അവൻ മാത്രം കാണും. എന്നിട്ട് റബ്ബ് അവനോട് ചോദിക്കും, അത്താരിഫു ദംബക്കഥ, ഇന്ന ദിവസം ഇന്ന തെറ്റ് ചെയ്ത കാര്യം നീ ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവസാനം അവൻ പറഞ്ഞു പോകും, എന്താണ്? ഹത്താ ഇദാ ഖററഹു ബിദുനൂബിഹി വറആ ഫീ നഫ്സിഹി അന്നഹു ഹലക്. അവൻ ചെയ്ത തെറ്റുകൾ, അവൻ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, ചെയ്തു പോയ തെറ്റുകളിൽ അവൻ തൗബയും ചെയ്തിട്ടുണ്ട്. എന്നാലും അവൻ ചെയ്ത തെറ്റുകളൊന്നും അള്ളാഹു കൊണ്ടുവരാതിരിക്കുന്നില്ല. മാപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ആ തെറ്റു ചെയ്ത ദൃശ്യങ്ങൾ അവന് കാണിച്ചു കൊടുക്കുകയാണ്. ആ തെറ്റുകൾ ഓരോന്ന് കാണുമ്പോൾ അവൻ വിചാരിച്ചു പോകും, എനിക്ക് റബ്ബ് മാപ്പ് തന്നിട്ടില്ല. കണ്ടോ, ഓരോന്നും എടുത്തിട്ട് ചോദിക്കുകയാണ്, ഓർമ്മയുണ്ടോ നീ ഇത് ചെയ്തത്? അത്താരിഫ് ദംബക്കഥ, ഇന്ന കുറ്റം ഇന്ന നേരത്തെ ചെയ്തത് നീ ഓർക്കുന്നുണ്ടോ? നിനക്ക് ഓർമ്മയുണ്ടോ? അറിയുമോ? എന്നിങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ ഞാൻ തുലഞ്ഞത് തന്നെ, എനിക്ക് നരകം ഉറപ്പായത് തന്നെ എന്നവൻ കരുതിപ്പോകാൻ ഇടയുണ്ട്. അപ്പോഴാണ് സർവശക്തനായ അള്ളാഹു അവനോട് പറയുന്നത്, എന്നാൽ സതർതുഹ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ നിന്റെ ഈ തെറ്റ് ഞാനാണ് മറച്ചു വെച്ചത്. വഅന അഗ്ഫിറുഹാ ലക അൽയൗം, ഇന്നും ഞാൻ അത് നിനക്ക് മാപ്പ് നൽകിയിരിക്കുകയാണ്. ആരും ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ അടിത്തറയിൽ ജീവിതം നയിച്ചുകൊണ്ട് മരിക്കാനും വന്നുപോയ തെറ്റുകൾക്ക് മരണത്തിന് മുമ്പായി തൗബ ചെയ്യാനും അവസരം കിട്ടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിന്മകൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഒരിക്കലും അവഹേളിക്കുകയില്ല. എന്നാൽ നിഷേധിയുടെ കാര്യമോ, അവനെ സംബന്ധിച്ചിടത്തോളം കഠിനമായ വിചാരണയാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അസഹ്യമായിരിക്കും. നിസാരമായതും ഗുരുതരമായതുമായ മുഴുവൻ ഒന്നുപോലും വിടാതെ എല്ലാം ആദ്യമായി ബഹുജനങ്ങളുടെ മുമ്പാകെ പ്രദർശിപ്പിക്കും. ആരൊക്കെ കാണരുത് എന്ന് കരുതുന്നുവോ അവരെല്ലാം കാണും. അങ്ങനെ രഹസ്യമായി ചെയ്തത്, വിദേശങ്ങളിൽ ചെയ്തത്, കൂരിരുട്ടിൽ ചെയ്തത്, ആരോരുമില്ലാതെ ചെയ്തത്, വീടിന്റെ റൂമിന്റെ വാതിൽ അടച്ചുകൊണ്ട് ചെയ്തത്, അങ്ങനെ എല്ലാ തെറ്റുകളും ഒന്നൊന്നായി പുറത്തുവിട്ട് അതവൻ തൗബ ചെയ്യാത്തതിന്റെ പേരിൽ, അവൻ നന്മയിലൂടെ ജീവിതം നയിച്ച് ആ നിലയിൽ മരണമടയാൻ ഭാഗ്യം കിട്ടാത്തതിന്റെ പേരിൽ തിന്മകളെല്ലാം ബഹുജനങ്ങളുടെ മുമ്പാകെ പ്രദർശിപ്പിക്കുകയും അവനെ അവഹേളിക്കുകയും അവന് ശിക്ഷ വിധിക്കുകയും ചെയ്യും എന്ന് കാണാൻ സാധിക്കും. അങ്ങേയറ്റത്തെ അപമാനകരമായ അവസ്ഥയാണ്. നിഷേധിയുടെ ഏറ്റവും ദുഷ്കരമായ ഘട്ടമാണ്. അതുകഴിഞ്ഞാൽ തുലാസുകൾ കൊണ്ടുവരും. അങ്ങനെ മീസാനുകൾ സ്ഥാപിച്ച് അവന്റെ കർമ്മങ്ങൾ തൂക്കും. ഇത് സ്വർഗത്തിന് നിദാനമാണോ? അള്ളാഹുവിന്റെ കർമ്മങ്ങൾ തൂക്കുന്ന തുലാസിൽ ഓരോരുത്തരും അറിയും, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഏറ്റവും ഘനമുള്ളത്. അതേപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിക്റുകൾ, അതേപോലെ ദാനധർമ്മങ്ങൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ പുണ്യപ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി തൂക്കി സ്വർഗത്തിൽ എത്രമാത്രം പദവി കിട്ടണം എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന വിധം അള്ളാഹുവിന് അർഹിക്കുന്ന വിധത്തിൽ മീസാനുകൾ സ്ഥാപിക്കുകയും മുഴുവൻ ആളുകളുടെയും കർമ്മങ്ങൾ അതിൽ തൂക്കുകയും ചെയ്യും. അപ്പോൾ ഒരവസ്ഥ കാണാം. ഒന്ന്, കർമ്മങ്ങൾ ഖനം കുറയുകയും ആരുടെ തുലാസിലാണോ ഖനം തൂങ്ങുന്നത് അവർ വിജയികളാണ്. വമൻ ഖഫത് മവാസീനുഹും, ആരുടെ തുലാസിലാണോ